മാത്രമല്ല അതിനോട് ചേർന്ന് നിന്ന അവരുടെ സംഘാടകർ 1969 പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഓർമ്മയായപ്പോൾ NDBR സൊസൈറ്റി യോഗം ചേർന്നൊരു തീരുമാനമെടുത്തു. ഇനി മുതൽ പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി നെഹ്റു ട്രോഫി എന്ന പേരിൽ അറിയപ്പെടും. ആ നെഹ്റു ട്രോഫിയാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നു. പോകേണ്ടതായിരുന്നു. ആരുടെയൊക്കെ സ്വപ്നങ്ങളാണ്, ആരുടെയൊക്കെ പാഴ്ക്കിരാവുകളാണ്. നോക്കൂ, കൊള്ളാകൃതിയോ മേൽപ്പാടമോ അതോ നാലാം ട്രാക്കിലെ വിയപുരമോ ഒന്നിന് ചരിത്രം വിയപുരം വില്ലേജ് ബോർഡപ്പിന്റെ വിയപുരം ഓർത്തു നോക്കൂ. 1986 കാരിച്ചാലിൽ വിയപുരം അന്ന് ജയിച്ചതാ. ആഹ്ലാദം തുടങ്ങിയിരിക്കുന്നു. 1986 UBC കൈനഗരിയുടെ കൈനഗരിയിൽ തുടങ്ങുന്ന ആഘോഷമെങ്കിൽ അത് മാസം 30-ാം തീയതി ഈ ജലമേള തുടങ്ങിയിരിക്കുകയും ഓണത്തോടനുബന്ധിച്ചായുണ്ട് ആൾക്കാർക്കൊക്കെ തന്നെ ഇത് ഓണത്തിനോട് ചേർന്ന് പ്ലാൻ ചെയ്യാനും വെക്കേഷൻ സ്പെൻഡ് ചെയ്യാനും ഉള്ള ക്രമീകരണങ്ങൾ നമ്മൾ നടത്തി വരുന്നു. ഓണവും നെഹ്റുട്രോഫിയും വള്ളംകളി ഒരേ സമയത്ത് നടന്നത് ആഹ്ലാദം അത്യാഹ്ലാദത്തിൽ 10 മടങ്ങായി വർദ്ധിക്കുന്നു. Apart from all this, we have some distinguished guests from worldwide who are attending this meeting. We would like to acknowledge the presence of Sri Rajesh Kumar Gidurgan. He is the Deputy Minister for Trade and Commerce, Zimbabwe. We are also privileged to have Sri Ajit Kumar, Council General of India and Trade Minister for Bhutan. So we are graciously welcome you to this auspicious occasion. നമ്മളെ അവരെല്ലാം നമ്മുടെ ആലപ്പുഴയുടെ നാമത്തിലുള്ള ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. 41ാമത് നെഹ്റു ട്രോഫി വള്ളംകളി വളരെ സന്തോഷത്തോടു കൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ്.
ഭാഗ്യമായി ഇത്തവണ ജലമേളക്കെത്തിയ ലൂസേഴ്സ് ഫൈനലിലേക്ക് തള്ളപ്പെട്ടു പോയവരുടെ ഒരു ഫൈനൽ, അവരുടെ ഒരു ഫൈനലാണ് നമ്മളിപ്പോൾ കാണുന്നത്. സെന്റ് ജോർജും ആയാപറമ്പ് പാണ്ഡ്യയും ആയാപറമ്പ് വലിയ തീരുമാനിച്ചും ജവഹർ നായകരെയും എല്ലാം തന്നെ ആഞ്ചു തുഴഞ്ഞു വരികയാണ്. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഫിനിഷിംഗ് പോയിന്റിലേക്ക് പുതുക്കിയാണ് നമുക്ക് കാണാം. രണ്ടാമത്തെ ട്രാക്കിൽ ആയാപറമ്പ് പാണ്ഡ്യ അല്പം പുറകിലാണെങ്കിൽ തന്നെയും മറ്റെല്ലാ വള്ളങ്ങളും ഇഞ്ചോടിഞ്ച് മുന്നേറുകയാണ്. വലിയ വീറുവാശിയും ഈ മത്സരങ്ങളിലെല്ലാം തന്നെ നമുക്ക് പ്രകടമാണ്. തുടക്കം മുതൽ ആ ദേശത്തിന്റെ വീറും എല്ലാം തന്നെ പുറത്തെടുത്തുകൊണ്ടാണ് എല്ലാവരും കൈക്കെടുത്ത് കട്ടിക്കൊണ്ടുള്ള തുഴച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവരുടെ മാനം രക്ഷിക്കേണ്ടതുണ്ട്. ഫൈനലിൽ എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും സമയത്തിന്റെ ചെറിയ വ്യത്യാസമുണ്ട് പിന്നിലേക്ക് തള്ളപ്പെട്ടെങ്കിൽ പോലും അവർക്ക് എത്രാം സ്ഥാനത്ത് എന്നൊരു കണക്കുണ്ടാവും. അവസാന സമയത്തിന്റെ കണക്ക് വെച്ചിട്ട് ആ കണക്കിൽ കടന്നു പോകുന്ന അവസാന ലാപ്പിലേക്ക് എത്തുന്നത് സെക്കൻഡ് ലൂസേഴ്സ് വള്ളങ്ങളാണ്. പണിത വള്ളമാണ്. ആ വള്ളത്തിന് ഒരു പ്രത്യേകതയുള്ളത്, വർഷങ്ങളായി ഒരു ചുണ്ടൻ വള്ളങ്ങളുടെ ഒരു അമരവും മണിയവും ഒക്കെ ഭംഗിയും ഒക്കെ കണക്കാക്കി കഴിഞ്ഞാൽ ഏറ്റവും വലിയ രസകരമുള്ള ചുണ്ടൻ വള്ളം ആളുകളെ ആകർഷിക്കുന്ന ഒരു ചുണ്ടൻ വള്ളം ഒരുപാട് ചരിത്രം അവരുടെ അവസാന ലാപ്പിലേക്ക് എത്തും. ഫൈനലിലെ മനസ്സിലേക്ക് വരും. മത്സരമാണോ ഇതൊരു ഫോട്ടോ ഓഫീസിലേക്കല്ല മൂന്ന് വെള്ളിക്കൂമ്പുകളുള്ള വള്ളമെന്ന ചെറുതനെയും മൂന്ന് വെള്ളിക്കൂമ്പുകളുള്ള വള്ളം. സാധാരണ ചുണ്ടൻവള്ളങ്ങളുടെ വെള്ളിക്കൂമ്പുകളുടെ സെക്കൻഡ് ലൂസേഴ്സും പിന്നിട്ട് മൂന്ന് വള്ളങ്ങൾ ഇപ്പോൾ പിടിച്ചു കഴിഞ്ഞിരിക്കുന്നതിന് കോടി ഹൃദയങ്ങൾ പുളകങ്ങൾ അണിയുന്ന പരിവേർപ്പിനാവായുവ ഇച്ചുദ്രവൻ എഴുതിയിട്ടുണ്ട്. നേരത്തെ കാണാൻ ബാക്കിയൊക്കെ കെട്ടി തന്നിരിക്കുന്നത് അതിനപ്പുറത്തേക്ക് കാരണം നേരെ സ്ട്രേറ്റ് കിടക്കുന്ന 1150 മീറ്റർ നീളമുള്ള ആ പുന്നമടയിലെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ വെങ്കല പ്രതിമയ്ക്ക് അഭിമുഖമായി നിൽക്കുന്ന അങ്ങ് വടക്കു നിന്ന് തെക്കോട്ട് തുഴയുന്ന ആ 4 ട്രാക്കുകൾ ഒന്നിനും ഒരു പക്ഷപാതവും പറയാനില്ല, ഒന്നിനും ഒരു പ്രത്യേകതയും പറയാനില്ല. ഇതെല്ലാം തന്നെ എപ്പോഴും വലിയ ആവേശത്തോടു കൂടിയുള്ള മത്സരം ലൂസേഴ്സ് ഫൈനലിൽ നടക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അങ്ങ് ക്രോസ് ബോട്ടുകളിലും പുന്നമടയിലെ ഇരു കരകളിലുമൊക്കെയായി വള്ളം വിട്ട് കഴിഞ്ഞിരിക്കുന്നത് 3 വള്ളങ്ങൾ മാത്രമാണ് വിട്ടിരിക്കുന്നത്. 3 വള്ളങ്ങൾ മാത്രമാണ് വിട്ടിരിക്കുന്നത്. ലൂസേഴ്സ് ഫൈനൽ മത്സരം 3 വള്ളങ്ങൾ മാത്രം വിട്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നു. ഒന്നാം ട്രാക്കിൽ പായിപ്പാടനുണ്ട്, കുമരകം ടൗൺ ബോർഡുണ്ട്. രണ്ടാം ട്രാക്കിൽ കാരിച്ചാൽ വള്ളമുണ്ട്. മൂന്നാം ട്രാക്കിൽ തലവടിച്ചുണ്ട്. ഹിമാലയൻ ബോർഡുണ്ട്. നടുവിലെ പറമ്പൻ 4ാം ട്രാക്കിലും കാരിച്ചാൽ വള്ളം 2ാം ട്രാക്കിലും തുഴയുന്നു. ഒന്നാം ട്രാക്കിലുള്ള വള്ളം പായിപ്പാടൻ വള്ളമാണ്. കുമരകം ടൗൺ ബോർഡിന്റെ ഏറ്റവും വലിയ ശ്രദ്ധയുടെ കാര്യം ഈ മത്സരത്തിൽ ലൂസേഴ്സ് മത്സരമെങ്കിൽ ഏതായാലും നെഹ്റു ട്രോഫി ജലമേളയുടെ ഈ സംശയോടെ നെഞ്ചിടിപ്പോടെ ഏറെ പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്ന ജനതയെ നമുക്ക് കാണാം. സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ ഫിനിഷിംഗ് പോയിന്റ് വരെ കാത്തു നിൽക്കുകയാണ്. ആരാണ് ഇത്തവണ ആ വെള്ളിക്കപ്പിൽ മുത്തമിടുക? ആർക്കാണ് ഈ വെള്ളിക്കപ്പ് ഇത്തവണ കൊണ്ടുപോകാൻ കഴിയുക? കഴിഞ്ഞ തവണ നമുക്കറിയാം മൈക്രോ സെക്കൻഡിലാണ് ആ പുഴയുടെ വേഗം നിർണ്ണയിക്കപ്പെട്ടതെങ്കിൽ ഇത്തവണ അതിനേക്കാൾ കൂടി ഒരു തുഴപ്പുഴ നിലത്തിലെങ്കിലും ജയിച്ചു കയറാൻ പറ്റുമോ എന്ന് ആഗ്രഹിച്ചു വരുന്ന ഓരോ തുഴച്ചിൽക്കാരനും നമുക്കറിയാം. മുന്നിൽ കാണുന്ന 1ാം തുഴക്കാരൻ മുതൽ ഏറ്റവും പുറകിലെ 1ാം പങ്കാളിക്കാരൻ വരെ ഒരേ മനസ്സോടുകൂടി ഒരേ താളത്തിൽ ഒരേ ഇടിത്താളത്തിന്റെ ആവേശം ഉൾക്കൊണ്ടാണ് തുഴഞ്ഞു പോകുന്നത്. ലൂസേഴ്സ് ഫൈനലാണ് ഇപ്പോൾ കാണുന്നത്. ഇത് തൊട്ട് പിന്നാലെ ഫൈനൽ മത്സരം വീണ്ടും നോക്കൂ, എന്തൊരു ഭംഗി ഇത്! ഇതാണ് ചന്തം, ഇതാണ് വള്ളങ്ങളുടെ ആവേശം, ഇതാണ് വള്ളങ്ങളുടെ ചന്തം. ഒരാൾ പോലും വിട്ടുകൊടുക്കാൻ തയ്യാറാകാതെ 3 പേരും കൂടി തുടങ്ങി വരുന്ന കാഴ്ച വള്ളംകളിയുടെ എതിർപ്പാട്ടിലേക്ക് എടുക്കുന്നു. നോക്കൂ, കുമരകം ടൗൺ ബോർഡും എത്ര ചരിത്രങ്ങൾ പറയാനുണ്ട്. 1ാം തുഴയിൽ ദീപക് കണ്ണപ്പൻ, കഴിഞ്ഞ തവണ നിരണപൂർവ്വം തുറന്ന ദീപക് 1ാം അമരത്ത് കുമരകരുടെ ആധിപത്യമുണ്ട്. കാരിച്ചാലുമ്പോൾ 1ാം തുഴയിൽ അനുമോൻ, 2ാം തുഴയിൽ അരുൺകുട്ടു. അവരങ്ങനെ സുഹൃത്തുക്കളാണ്, പരിചയക്കാരാണ്. പക്ഷേ വള്ളങ്ങളിലെ വീരപ്പാച്ചിൽ ഇതൊന്നും ബാധിക്കില്ല. അവസാന കൊടിപ്പാടിൽ നടുവിലെ പറമ്പാണോ അല്ല കെട്ടിപ്പിടിക്കുന്ന പായിപ്പാടനാണോ അല്ല കാരിച്ചാൽ കയറി വരുന്നുണ്ടോ ഇതിലെ ഒന്ന് കയറി വാരുന്നു. ആരാധകർ ഇവിടെ നിന്ന് എത്ര ആവേശത്തോടു കൂടി വിളിക്കുന്നു. 1ാം തുഴകൾ 1ാം മണിയത്ത് നിന്ന് അമരവനെ ഒരേപോലെ ഊർജ്ജം പകർന്നുകൊണ്ട് അങ്ങനെ ഇടത്തമ്പുവിന്റെ താളം അങ്ങനെ അതാണ് റോജാസി മാത്യുവിന്റെ താളം. നടുവിലെ പറമ്പ് അല്പം മുന്നിലേക്ക് കിടക്കുന്നു. വള്ളങ്ങളുടെ നീതിക്കാത്തിന് അറിയപ്പെടുന്ന റോജാസി മാത്യു കഴിഞ്ഞ തവണ നടുഭാഗത്തിൽ കുമരകം ടൗണിനെ എത്തിച്ച റോജാസി മാത്യു അന്തർദേശീയ കായികനായകൻ പുതിയ താരങ്ങളുടെ ചന്ദ്രസാനി എവിടെ പിഴച്ചുപോയി? എന്റെ ഫൈനലിലേക്ക് എത്താത്തത് എനിക്ക് എവിടെയാണോ പിഴച്ചത്? അങ്ങനെ ആരാധകർ ഊറ്റം കൊണ്ട് ചോദിക്കുന്നുണ്ട്. പക്ഷേ അല്ല, ഒറ്റമുള്ള മത്സരമല്ലല്ലോ ഇത്. ഇത് ലൂസേഴ്സല്ലേ, ഇത് ലൂസേഴ്സല്ലേ? ആരാണ് മുന്നിൽ? കുമരകം ടൗൺ ബോർഡിലപ്പോ അല്ല ലക്ഷ്യത്തിന് മാത്രം പറയാൻ കഴിയുന്ന വളരെ ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ നോക്കൂ. അതാണ് ഫോട്ടോ ഫിനിഷ്. കറക്റ്റ് ആ ഫോട്ടോ ഫിനിഷിലാണ് കടന്നുപോയത്. ചുണ്ടൻ വള്ളം ഫൈനൽ ലൈനപ്പായിരിക്കും.
ഇരിക്കുകയാണ്. ഫൈനൽ ലൈനപ്പായിരിക്കുകയാണ്. ഒന്നാമത്തെ ട്രാക്കിൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ മേൽപ്പാടം വള്ളം ഒന്നാമത്തെ ട്രാക്കിൽ, രണ്ടാം ട്രാക്കിൽ നിരണം ബോട്ട് ക്ലബിന്റെ നിരണം വള്ളം, മൂന്നാം ട്രാക്കിൽ പുന്നമട ബോട്ട് ക്ലബിന്റെ നടുഭാഗം വള്ളം, നാലാം ട്രാക്കിൽ വിയ്യപുരം. ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ടെത്തിയ 4 ചുണ്ടലുകളാണ് ഫൈനൽ മത്സരത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. 4 മിനിറ്റ് 20 സെക്കൻഡ് മുതൽ 4 മിനിറ്റ് 22 സെക്കൻഡ് വരെയുള്ള സമയമെടുത്താണ് ഈ 4 ചുണ്ടലുകൾ ഫൈനലിലേക്ക് യോഗ്യത നേടിയത്. ചുണ്ടൻ വള്ളങ്ങൾ 4 തയ്യാറായി നിൽക്കുന്നു. മേൽപ്പാടം, നിരണം, നടുഭാഗം, വിയ്യപുരം, അങ്ങനെ 4 ചുണ്ടലുകൾ തയ്യാറായിരിക്കുന്നു. പുന്നമട ബോട്ട് ക്ലബും നിരണം ബോട്ട് ക്ലബും BBC-യും അവർ ആര് കപ്പുയർത്തും എന്നതിനു വേണ്ടി കാത്തു നിൽക്കുന്നു. അതാ ഒന്നാം ട്രാക്കിൽ മേൽപ്പാടം, രണ്ടാം ട്രാക്കിൽ നിരണം, മൂന്നാം ട്രാക്കിൽ നടുഭാഗം, നാലാം ട്രാക്കിൽ വിയ്യപുരം. പേരും പെരുമയുമുള്ള ഒരുപാട് ചരിത്രങ്ങൾ പറയാനുള്ള വള്ളങ്ങൾ, ക്ലബ്ബുകൾ അവരവരുടെ ആവേശത്തിൽ ഒറ്റത്താളത്തിൽ ഒറ്റശ്വാസത്തിൽ ഒരേ ലക്ഷ്യത്തിലേക്ക് ആർച്ചു തുഴഞ്ഞു കയറി വരുന്നു. ആവേശത്തിനടികൾ കരയുന്ന കരഘോഷം, ആർപ്പുവിളി, നെയ്ത്തരത്തിന്റെ മനത്തരത്തിന്റെ തീർപ്പിടത്തിന്റെ ചികിത്സയിൽ കുതിച്ചു തുടങ്ങിയിരിക്കുന്നു. ചുണ്ടലുകൾ പറന്നു പോകുന്നു. തുടക്കം മുതലേ കുതിപ്പാണ്. ഒന്നാം ട്രാക്കിലെ മേൽപ്പാടമാണോ പള്ളാത്തുരുത്തിക്ക് ഇത് ചരിത്രത്തിലേക്ക് കടന്നു കയറുകയാണ്. ആരും നേടിയിട്ടില്ലാത്ത ഡബിൾ ഹാട്രിക് എന്ന ചരിത്രത്തിലേക്ക് പള്ളാത്തുരുത്തിക്ക് പോകാൻ കഴിയുമോ? 2018 പായിപ്പാട്, 19 നടുഭാഗം, 22 കാറ്റത്തക്കേലിൽ, 23 വിയ്യപുരം, 24 കാലിച്ചാൽ, 25 ജയിച്ചു കഴിഞ്ഞാൽ ഇത് ചരിത്രമാകും. ആരും ഇതുവരെ നേടിയിട്ടില്ലാത്ത ഹാട്രിക്കുകളൊക്കെ പലതവണ നേടിയിട്ടുണ്ടെങ്കിൽ ആരും നേടിയിട്ടില്ലാത്ത ഒരു ചരിത്രം, അത് ഇരട്ട ഹാട്രിക് എന്നാണ്. അതിനുവേണ്ടിയുള്ള ശ്രമമാണ്. ഇല്ല, വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. മൂന്നാം ട്രാക്കിലെ നടുഭാഗം വള്ളം ചാർത്തെടുക്കുമ്പോൾ അത് പള്ളാത്തുരുത്തിക്കാര മനോജ് 10 പിള്ളേര, മനോജ് പഠിപ്പിച്ചു വിട്ട പിള്ളേര. ഒന്നാം തുറയിൽ വരുൺ ശർമ്മയുണ്ട്, രണ്ടാം തുറയിൽ കരീഷ് കാർത്തികേയനുണ്ട്, മൂന്നാം തുറയിൽ സൂര്യനുണ്ട്. അവർ ഉത്തരത്തിന്റെ വിളിക്കാണ് നടത്തുന്നത്. പറയാൻ കഴിയാത്ത തരത്തിലേക്ക് ആവേശം മുഴുവൻ അവരുടെ തുറകളിൽ ആവാഹിച്ചുകൊണ്ട് എത്രയെത്ര മാറ്റങ്ങൾ വന്ന തുറകളാണ്. എത്രയെത്ര ആവേശത്തിന്, എത്രയെത്ര വിജയങ്ങൾക്ക്, പരാജയങ്ങൾക്ക് വേദിയായ പുന്നാടയാണ് അവിടെ ഇത്തവണയാണ്. ഇല്ല, പള്ളാത്തുരുത്തി കയറി വരുന്നുണ്ടോ? അങ്ങനെ വിട്ടുകൊടുക്കാൻ നിരണത്തിന് കഴിയുമോ? എത്ര കാലമായി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ കയ്യൊപ്പ് ചാർത്തിയ ആ വെള്ളിക്കപ്പൊന്ന് നിരണത്തേക്ക് എത്തിക്കാൻ പത്തനംതിട്ടയിലെത്തിക്കാൻ അവരിങ്ങനെ കാത്തു നോക്കുന്നു. ഇത്തവണ എല്ലാവരുടെയും എതിരാളി പള്ളാത്തുരുത്തിയായിരുന്നു. എല്ലാവർക്കും എതിരാളി പള്ളാത്തുരുത്തിയായിരുന്നു. നോക്കൂ, ഒരല്പം മുന്നിലേക്ക് നടുഭാഗം വരുന്നുണ്ടോ? കെവിൻ മേനകരിയാണ് ഒന്നാം മണിയെത്തിരിക്കുന്നത്. ഒന്നാം അമരക്കാരൻ സുരേഷ് കാട്ടുത്തറ ഉമരകക്കാരൻ ആ പങ്കായം കറക്കി എറിയുന്നത് കേട്ടോ. സാധാരണ ചിറമുറിയേക്കുമ്പോഴാണ് 5 പങ്കായം കറക്കി എറിയുന്നത്. ഇല്ല, തുടക്കത്തിലെ വിടുകയാണ്. അങ്ങനെ തള്ളിക്കളയാൻ കഴിയുന്ന ടീമാണോ? മറന്ന് പോകരുത് വിയ്യപുരത്തെ. ഒന്നാം തുടക്കത്തിലുണ്ട്, ഒന്നാം തുടക്കത്തിൽ ഒന്നാം പങ്കായം വൈദ്യു കുട്ടനാടിന്റെ ലീഡിംഗ് ക്യാപ്റ്റൻസിയിൽ ചില ആളുകൾ വിയ്യപുരത്തിനെ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടി അവര് രാജ്യമെന്ന് പറയണമോ? അഭിലാഷ്
സ്ഥാനത്തേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രതികാരം കിട്ടലിൽ നിന്ന് വിട്ടു. വീണ്ടും വീയപുരം പുന്നമടയിൽ വീയപുരം എന്നവർക്ക് അകമ്പടിയായി പോകാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടക്കുന്നുണ്ട്. അത് കൈനകരിയിൽ തുടങ്ങുന്ന ആവേശമെങ്കിൽ, കൈനകരിയിൽ തുടങ്ങുന്ന ആഘോഷമെങ്കിൽ അതൊക്കെ വീയപുരം നായകരെയും നെല്ലൂപ്പറമ്പനെയും ഒക്കെ വലിയ രാജകീയ പരിവേഷത്തിലെത്തിച്ചെങ്കിൽ മക്കൾക്കും ഒട്ടും കിടച്ചിട്ടില്ല. മകൾ മഹേശ്വരൻ പണിനിരത്തിയ നിരണം സുന്ദരം ചങ്ങനാശ്ശേരിക്കാരൻ ഇതാ നടന്നു വരികയാണ്. ആ ട്രോഫി ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി അവിടെ ആഘോഷത്തിന്റെ ആരവത്തിന്റെ മുഴക്കങ്ങളൊക്കെ നമുക്ക് കേൾക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. ആ ക്യാമ്പിലെ 85 തുളസിൽക്കാരും അതിലെ 9 നിലക്കാരും 5 അമരക്കാരും അന്നേക്ക് വിളിക്കുന്ന നിമിഷം വള്ളംകളിയെ ആരാധകരുടെ അവർക്ക് അഭിമാന നിമിഷം അവരുടെ ക്യാമ്പിനെ എടുത്തുയർത്തി ആ വള്ളംകളി നടന്നു. 1969 പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഓർമ്മയായപ്പോൾ NTDR സൊസൈറ്റി യോഗം ചേർന്നൊരു തീരുമാനമെടുത്തു. ഇനി മുതൽ പ്രൈം മിനിസ്റ്റർ ട്രോഫി നെഹ്റു ട്രോഫി എന്ന പേരിൽ അറിയപ്പെടും. ആ നെഹ്റു ട്രോഫിയാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നു. ആ വെള്ളിക്കപ്പ് 19